നമസ്തേ. ഇന്ന് നമുക്ക് ഈ കടൽ പോലെ നമ്മുടെ മനസ്സിനെ എങ്ങനെ കാണാം എന്ന് പഠിക്കാം. കടലിലേക്ക് നോക്കിയേ, കടലിൽ എന്തൊക്കെയുള്ളത്? കടലിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു? കടലിൽ തിരമാലകളുണ്ട്, കുഞ്ഞോളങ്ങളുണ്ട്. ആ തിരമാല ഇങ്ങനെ വന്ന് പതിക്കുമ്പോൾ കുറേ പത നമ്മൾ കാണുന്നുണ്ട്. വലിയ ശബ്ദം കടലിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഇനി തിരമാല തന്നെ കുറേ ഉയരത്തിൽ പൊങ്ങുമ്പോൾ നമ്മൾ അതിനെ സുനാമി എന്ന് വിളിക്കുന്നുണ്ട്. വലിയ ചുഴി ഉണ്ടാവുമ്പോൾ അവിടെ വലിയൊരു കുഴിയൊക്കെ ഉണ്ടാവുന്നതായിട്ടാണ്, വലിയ അപകടകരമായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ കാണുന്നത്. അവിടെ അതിന് ചുഴി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ കടലിൻ്റെ തന്നെ പല പല ഭാവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്നാൽ വാസ്തവത്തിൽ കടലിൽ എന്താ ഉള്ളത്? ഇതൊക്കെ നമ്മൾ കടലിൻ്റെ ഭാവങ്ങളായിട്ട് കാണുന്നതാണ്. കുഞ്ഞോളങ്ങൾ, ഇത്തിരി കൂടി വലുപ്പം കൂടിയ തിരമാലകൾ, വലിയ ഓളം വെട്ടലുകൾ, പിന്നെ ചുഴി, സുനാമി, അങ്ങനെ പലതരത്തിലും. ചില സമയത്ത് വളരെയധികം സന്തോഷത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ സന്തോഷം പോലെ ആർത്തുല്ലസിക്കുന്ന കടൽ എന്ന് നമ്മൾ പറയും. വളരെയധികം ദുഃഖിച്ചിരിക്കുമ്പോഴോ ആ ദുഃഖത്തെയും കടലിരമ്പത്തോട് ഉപമിച്ചുകൊണ്ട് കവികൾ പറയും. അപ്പോൾ നമ്മുടെ ഭാവങ്ങളെയൊക്കെ തന്നെ പല രൂപത്തിൽ കടലുമായി ചേർത്ത് വെച്ച് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ മനസ്സിനെ കടലിനോട് ഉപമിച്ച് നമുക്ക് പഠിക്കാൻ, അല്ലെ കടലിനെ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കടലിൽ പല പല ഭാവങ്ങൾ, കടലിൻ്റെ പല ഭാവങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും കടലിൽ യഥാർത്ഥത്തിലുള്ളത് എന്താ? അത് വെള്ളം മാത്രമല്ലേ? വെള്ളത്തിൻ്റെ തന്നെ പല പല തരത്തിലുള്ള ചലനങ്ങൾക്ക് പല പല പേരുകൾ നമ്മൾ ഇട്ടു, അതിന് നമ്മൾ പല പല ഭാവങ്ങളും കൊടുത്തു. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ മനസ്സിലും? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു പ്രത്യേക ബോധം, അതിങ്ങനെ നിലനിൽക്കുന്നു. അതിനുണ്ടാവുന്ന ചില തരത്തിലുള്ള ചലനങ്ങൾക്ക് നമ്മൾ പല പല പേരുകളിട്ടു, പല പല ഭാവങ്ങളും കൊടുത്തു. അത് പലത്. ഇപ്പോൾ കടലിലെ കുഞ്ഞോളങ്ങൾ നമ്മൾ വളരെയധികം വർണ്ണിക്കും, തിരമാലകളെയും നമ്മൾ വളരെയധികം വർണ്ണിക്കും. എന്നാൽ ആ തിരമാലകൾക്ക് തന്നെ വലിപ്പം വർദ്ധിക്കുമ്പോഴോ, അത് സുനാമി ആവുമ്പോഴോ അല്ലെങ്കിൽ ചുഴിയാവുമ്പോഴോ, അപ്പം അതിന് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഭാവമാണ് കൊടുത്തിട്ടുള്ളത്, നെഗറ്റീവായിട്ടുള്ള മാനമാണ് കൊടുത്തിട്ടുള്ളത്. വിഷമമുള്ള, ദുഃഖമുള്ള അല്ലെങ്കിൽ രൗദ്രഭാവമൊക്കെയാണ് കടലിൻ്റേതായിട്ട് നമ്മൾ പറയുക. ഇതേ തരത്തിൽ നമ്മുടെ മനസ്സിലും പലതരത്തിലുള്ള ചലനങ്ങൾ പല പല സമയങ്ങളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് പല പല പേരുകളിടുന്നു. നമ്മുടെ ഉള്ളിൽ 9 രസങ്ങളുണ്ട്. മനുഷ്യൻ്റെ 9 ഭാവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? ശൃംഗാരം, കരുണം, ഹാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് 9 രസങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഈ 9 രസങ്ങൾ നാട്യശാസ്ത്രത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിലും ഇത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളല്ലേ? രൗദ്രം, ബീഭത്സം, ഭയാനകം അല്ലേ? അപ്പം ഇതെല്ലാം നമുക്കുള്ളിലുള്ളതാണ്. പക്ഷെ എല്ലായ്പ്പോഴും നമ്മളിതൊന്നും കാണുന്നില്ല. ഈ ഭാവങ്ങൾക്കെല്ലാം ഉള്ള സാധ്യത നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ളത് എന്താ? ഈ ഭാവങ്ങളൊക്കെയാണോ? ഈ ഭാവങ്ങളല്ല ഉള്ളത്. മറിച്ച് നമ്മുടെ ഉള്ളിലൊരു ബോധമുണ്ട്. അതിൽ ഒരു ചെറിയ ചലനമൊക്കെ വരുമ്പോൾ പല പല സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പല പല ഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു. അതിൽ ചില ഭാവങ്ങൾക്ക് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാനം കൊടുത്തു, പല ഭാവങ്ങൾക്ക് ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നു. ശൃംഗാരവും കരുണവും ഹാസ്യമൊക്കെ നമുക്ക് നല്ല ഭാവങ്ങളാണെങ്കിൽ രൗദ്രവും ഭീഭത്സവും ഭയാനകവും ഒക്കെ മോശം ഭാവങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. വാസ്തവത്തിൽ ഈ 2 ഭാവങ്ങളും ഈ 2 ഗ്രൂപ്പും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളതല്ലേ? ഇപ്പം കടലിൽ തന്നെയുള്ളതാണ് വളരെ സുന്ദരമായിട്ടുള്ള കുഞ്ഞോളങ്ങളും കുഞ്ഞി തിരമാലകളും, അതോടൊപ്പം തന്നെ ചുഴിയും സുനാമിയും എല്ലാം ഈ കടലിൻ്റെ ഭാവങ്ങളിൽ പെട്ടത് തന്നെയാണ്. അപ്പോൾ ഒന്ന് നല്ലത് ഒന്ന് ചീത്ത എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ ഭാവങ്ങളെ വേർതിരിച്ചു വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ കാണാതെ പോവുക. ശൃംഗാരവും കരുണവും ഒക്കെ വരുമ്പോൾ വളരെ സന്തോഷവും, രൗദ്രവും ഭയാനകവും ഒക്കെ വരുമ്പോൾ വളരെ ദുഃഖവും വരുന്നു. അപ്പോൾ സന്തോഷിക്കാനായിട്ടുള്ള വകുപ്പും ദുഃഖിക്കാനായിട്ടുള്ള വകുപ്പും നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പോലെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു സന്തോഷിച്ചാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കരുണം അല്ലെങ്കിൽ ഹാസ്യം എന്ന് പറയുന്ന ഒരു ഭാവത്തിലിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു മാനസികാവസ്ഥ,
അല്ലെ നമുക്കുണ്ടാവേണ്ട ഒരു സമാധാനവും സന്തോഷവും ബീഭത്സത്തിലും ഭയാനകത്തിലും രൗദ്രത്തിലും കൂടി ഉണ്ടാക്കാൻ സാധിച്ചാലോ എത്ര സമാധാനമുള്ള ജീവിതമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെ കടലിൽ ഇത്രയധികം ഭാവങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൽ യഥാർത്ഥത്തിലുള്ള ഒരു സത്യം എന്ന് പറയുന്നത് വെള്ളമാണ് എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സിൽ ഇത്രയധികം, മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്രയധികം ഭാവങ്ങൾ, ഇത്രയധികം ഇമോഷൻസ് നമ്മൾ കാണുമ്പോഴും ഇപ്പോൾ വലിയ പിരിമുറുക്കത്തിലേക്ക് പോകുന്നു, വലിയ ഭയത്തിലേക്ക് പോകുന്നു, വലിയ ദേഷ്യത്തിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് ഒരാളെ നമ്മൾ ഓണാക്കി വെക്കണം. എന്താണ് ഓർമ്മപ്പെടുത്തേണ്ടത്? ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബോധത്തിൻ്റെ ചലനങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും ബാധിക്കാത്ത ഒരു ബോധം എൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവിടെ ഒരു സമാധാനം വരും. കാരണം ഞാൻ വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞാൽ ആ ദേഷ്യം ശമിച്ച് സാധാരണ വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഞാൻ വന്നുള്ളൂ. ഞാൻ ഭയങ്കര ഭയത്തിൽ നിൽക്കുകയാണെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരാൾ ഓർമ്മപ്പെടുത്തണം, ഈ ഭയം എന്ന് പറയുന്നത് സ്ഥായി ആയിട്ടുള്ള ഒന്നല്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ഭയം കുറയും, നമ്മൾ സാധാരണഗതിയിലേക്ക് വരും. എന്തായാലും ഏതൊരു എക്സ്ട്രീമിൽ പോയാലും തിരിച്ച് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് എത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആ സാധാരണമായിട്ടുള്ള എവിടേക്കാണ് എത്തിച്ചേരേണ്ടത് ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിക്കൊള്ളും എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരാളെ ഓണാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ സന്തോഷത്തിനും ദുഃഖത്തിനും ഒന്നും ഒരു അതിര് കടന്ന അവസ്ഥ ഉണ്ടാവില്ല. അതിര് കവിഞ്ഞ സന്തോഷം, അതിര് കവിഞ്ഞ ദുഃഖം, അതിര് കവിഞ്ഞ ഭയം എന്ന തരത്തിലേക്ക് പോവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്? കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും മനസ്സിൻ്റെ ആരോഗ്യത്തെയും ഹനിക്കും. ഇപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യം നിലനിർത്തുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ ഭാവങ്ങളെ ഒതുക്കി നിർത്താൻ പഠിക്കേണ്ടതുണ്ട്. ഒരിക്കലും സപ്രസ് ചെയ്യലല്ല, ഒരിക്കലും എങ്ങനെയെങ്കിലും അങ്ങോട്ട് പിടിച്ചമർത്തി വെക്കലൊന്നുമല്ല. മറിച്ച് എന്ത് വേണം? നമ്മൾ നമ്മുടെ ഭാവങ്ങളെ എത്രത്തോളം അഴിച്ചുവിടാമോ അത്രത്തോളം അഴിച്ചുവിടാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ ഉള്ളിൽ ഒരാളിരുന്ന് ഓർമ്മപ്പെടുത്തണം, ഞാനിപ്പോൾ ദേഷ്യം എന്ന ഭാവത്തിലാണ്, എൻ്റെ ഉള്ളിലുള്ളത് ദേഷ്യമാണ്, ക്രോധമാണ്. അപ്പോൾ ഈ ക്രോധത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഞാനുണ്ടാവണം. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭയമാണെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും ഭയത്തിലിരിക്കുകയാണ്, ഞാനിപ്പോൾ ഇത്രയും വിഷമത്തിലിരിക്കുകയാണ്, ഞാനിപ്പോൾ ഇത്രയും പിരിമുറുക്കത്തിലിരിക്കുകയാണ് എന്നുള്ളത് എന്നെ സ്വയം ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ ഒരാളെ ഓൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടാവണം. അങ്ങനെയാവുമ്പോൾ നമ്മുടെ എല്ലാ ഭാവങ്ങൾക്കും ഒരു മിതത്വം ഉണ്ടാവും. അതിര് കവിഞ്ഞ ദേഷ്യം, അതിര് കവിഞ്ഞ പിരിമുറുക്കം, അതിര് കവിഞ്ഞ ദുഃഖം ആ ഒരവസ്ഥയിലേക്ക് പോവില്ല. കാരണം തിരികെ വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലേക്ക് വളരെ നോർമലായിട്ടുള്ള ഒരു ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് അറിയുന്ന ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ കൃത്യതയുണ്ടായിരിക്കും. നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മുടെ ഒരാളോട് നമ്മൾ പെരുമാറുമ്പോൾ, ഒരാളോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഉള്ളിൽ ഏതോ ഒരു പ്രത്യേക മനോരോഗമുണ്ടായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്ന പോലെ ആയിരിക്കില്ല. അല്ലെങ്കിൽ എല്ലാം മറന്ന് ഒരാൾ ദേഷ്യപ്പെടുക എന്ന തരത്തിലായിരിക്കില്ല. ഞാനിപ്പോൾ അവനോട് ദേഷ്യപ്പെടുകയാണ് എന്നറിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ അവിടെ അതിനൊരു മിതത്വമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് അവനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലാതെ നമ്മുടെ ഉള്ളിലത്തെ ഒരു പ്രത്യേക ഇമോഷൻ അവനെ അടിച്ചേൽപ്പിക്കുകയായിരിക്കില്ല അവിടെ ചെയ്യുക. അപ്പം ഈ ഒരു തരത്തിൽ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം. നമ്മുടെ ഓരോ ഇമോഷനെയും ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, ദേഷ്യമോ വിഷമമോ ഭയമോ ഏത് തന്നെ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള പിരിമുറുക്കത്തിൽ നമ്മളിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുക, ഇത് കുറച്ച് നേരത്തേക്ക് ഈ ഒരു പിരിമുറുക്കമുള്ളൂ. ഒരു പ്രത്യേക ബാലൻസിലേക്ക് വരുന്നത് വരെ മനസ്സിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചലനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ഒക്കെ തന്നെയാണ്. ശരീരത്തെയും മനസ്സിനെയും വേർതിരിച്ച് നിർത്തി പറയുകയല്ല. പക്ഷേ ഏത് കാരണം കൊണ്ടാണെങ്കിലും മനസ്സിനിപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ചലനം ഉണ്ടായിരിക്കുന്നു. കടലിനൊരു പ്രത്യേക ചലനത്തെ നമ്മളൊരു പ്രത്യേക പേരിട്ട് വിളിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക ചലനം ഉണ്ടായപ്പോൾ അതിനെ നമ്മൾ ദേഷ്യമെന്നോ ഭയമെന്നോ പിരിമുറുക്കമെന്നോ ഒക്കെ പറയുന്നു. അത് വീണ്ടും ശാന്തമാകും. അതുവരെ ഞാനൊന്ന് കാത്തിരിക്കണം. ഞാനിപ്പോൾ ഈ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് എന്നത് എന്നെ ഓർമ്മിപ്പിക്കണം. ആ ഓർമ്മിപ്പിക്കൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, നമ്മുടെ ആരോഗ്യത്തിൽ വലിയൊരു ഉയർച്ച കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇന്ന് മുതൽ എല്ലാവരും ആരംഭിക്കണം കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മനോനില വളരെയധികം അത്യാവശ്യമാണ്.
കാരണം ഇപ്പോൾ ജീവനത്തിൽ ചികിത്സയ്ക്ക് വരുന്നത് മിക്കവാറും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ എല്ലാ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുടെയും പുറകിൽ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കൂടി ഞങ്ങൾ കണ്ടെത്തുന്നു, അതുകൂടി ചികിത്സിച്ച് ഭേദമാക്കുന്നു. അപ്പോൾ ഈ പിരിമുറുക്കം ഒരിക്കലും ഇപ്പോൾ ഒരു മാനസിക പിരിമുറുക്കം എങ്ങനെയാണ് എൻ്റെ കാൽമുട്ടിന് വേദന ഉണ്ടാക്കുന്നതെന്നോ എൻ്റെ കാൽമുട്ടിന് തേയ്മാനം ഉണ്ടാക്കുന്നതെന്നോ എനിക്ക് എങ്ങനെയാണ് എൻ്റെ ദഹന വ്യവസ്ഥയെ മോശമാക്കുന്നതെന്നോ ഡയറക്റ്റ് ഒരു ലിങ്ക് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കണക്ട് ചെയ്ത് ഈ ഒരു പ്രത്യേക ശാരീരികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് എങ്ങനെയാണ് എൻ്റെ പിരിമുറുക്കം എത്തിച്ചേർന്നതെന്ന് ഒരാളെ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും വരാറില്ല. ഇപ്പോൾ പിരിമുറുക്കങ്ങൾ മനസ്സിലാണ് ഉണ്ടാവുന്നതെങ്കിലും ശരീരത്തിൻ്റെ ആരോഗ്യത്തെ 100% അത് ബാധിക്കുന്നുണ്ട്. മനസ്സിൽ എന്ത് സംഭവിച്ചാലും അത് ശരീരത്തിലൂടെയാണ് പ്രകടമാവുക. അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിനെ ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിലനിർത്താനായിട്ട് മുഴുവനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ സന്ദേശം. എല്ലാവർക്കും സന്തോഷം. നന്ദി.